എന്താണ് വാക്സിനുകൾ? വാക്സിനുകൾ മരുന്നുകളാണോ? മരുന്നും വാക്സിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിക്കും മരുന്നുകളുടെ ഡ്യൂട്ടി എന്താണ്? ഒരു മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിനുള്ളിലെത്തി രോഗാണുക്കളെ നേരിട്ട് പ്രതിരോധിക്കുകയോ പനി പോലെയുള്ള രോഗലക്ഷണങ്ങളെ കുറയ്ക്കുകയോ ഒക്കെയാണ് ചെയ്യുക. എന്നാൽ വാക്സിനുകൾ അങ്ങനെയല്ല. വാക്സിനുകൾ പരോക്ഷമായാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ ഒരു രോഗത്തിനെതിരെയുള്ള വാക്സിൻ എടുത്തു എന്ന് വിചാരിക്കുക. ആ വാക്സിൻ അയാളുടെ തന്നെ പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളുടെ ഉന്മൂലനത്തിനും അതുപോലെ രോഗശമനത്തിനും സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്താങ്ങുന്ന ജോലിയാണ് വാക്സിന് ഉള്ളത്. പല തരത്തിലുള്ള വാക്സിനുകൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. എങ്ങനെയാണ് വാക്സിനുകൾ നിർമ്മിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു പ്രവേശിക്കുമ്പോൾ ശരീരം അതിനെ കണ്ടെത്തി തന്റെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യാറ്. ഉദാഹരണമായി കൊറോണ വൈറസിന്റെ കാര്യമെടുക്കാം. കൊറോണ വൈറസുകൾ പമ്മി എങ്ങനെയോ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിയെന്നിരിക്കട്ടെ. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ഈ കടന്നുകയറ്റക്കാരെ കണ്ടെത്തുന്നു. അതിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി ഉണരുന്നു. ഈ വൈറസുകൾക്കെതിരെ നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് സിസ്റ്റം ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. അടിയോടടി, ഇടിയോടിടി, പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും പിന്നീട് നടക്കുക. അവസാനം കൊറോണ തോറ്റു പിന്മാറുന്നു. നമുക്ക് രോഗം ഭേദമാകുന്നു. ഇനി കൊറോണ വൈറസിന്റെ ഒരു വാക്സിൻ ഉണ്ടാക്കണം എന്ന് കരുതുക. അതിനായി നമ്മൾ ഒരു കൊറോണ വൈറസിനെ എടുക്കുന്നു. ശേഷം അതിന്റെ രോഗമുണ്ടാക്കാനുള്ള കഴിവ് അഥവാ വിറുലൻസിനെ കുറയ്ക്കുന്നു. എന്നിട്ട് ഈ കൊറോണ വൈറസിനെ വാക്സിനായി ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. അങ്ങനെ കുത്തിവെക്കുന്നതിലൂടെ അയാളുടെ ശരീരം കൊറോണ വൈറസിനെതിരെ പ്രവർത്തന സജ്ജമാകും. യഥാർത്ഥത്തിൽ ഒരു വൈറസ് വന്ന് അയാളെ ഇൻഫെക്റ്റ് ചെയ്താലും അയാൾക്ക് ഫലപ്രദമായി അതിനെ നേരിടാൻ കഴിയും. ഇങ്ങനെ ഒരാളുടെ ശരീരത്തിനെ രോഗങ്ങൾക്കെതിരെ ജാഗരൂകമായിരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വാക്സിന്റെ പ്രധാനപ്പെട്ട പണി. ഇത്തരത്തിൽ ഒരു രോഗാണുവിന്റെ രോഗമുണ്ടാക്കാനുള്ള കഴിവ് കുറച്ചതിന് ശേഷം അതിനെ മുഴുവനായോ അല്ലെങ്കിൽ ഒരു രോഗാണുവിന്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ അവറ്റകൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിനുകളോ രോഗാണുക്കളുടെ ജനിതക പദാർത്ഥമോ വാക്സിനായി ഉപയോഗിക്കാൻ കഴിയും. രോഗാണുക്കൾക്കെതിരെ മാത്രമല്ല, ക്യാൻസറുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന വാക്സിനുകളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം സെല്ലുകൾ നിലമറന്ന് അനിയന്ത്രിതമായി പെറ്റുപെരുകുന്ന അവസ്ഥയാണ് ക്യാൻസർ. ഇത്തരത്തിൽ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന എൻറ്ററോമിക്സ് എന്നു പേരുള്ള ഒരു വാക്സിൻ റഷ്യ വികസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഈ വാക്സിൻ 100% ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഭാവിയിൽ വാക്സിനുകൾ ഉപയോഗിച്ച് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കും.